കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ അവസാന നിമിഷം സ്ഥാനാർത്ഥിയെ മാറ്റി UDF. 10ാം വാർഡായ ഉച്ചക്കാവിലാണ് ആദ്യ സ്ഥാനാർത്ഥിയെ മാറ്റി നാടകീയമായ പ്രഖ്യാപനമുണ്ടായത്. ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അമൃത ജ്യോതിഷിനെ മാറ്റി പുതിയ സ്ഥാനാർത്ഥിയായി അനു രജീഷിനെ പ്രഖ്യാപിച്ചു. രതീഷ് വാസുദേവൻ ചേരുന്നു വിവരങ്ങളുമായി. രതീഷ്, എന്താണ് ഈ അവസാന നിമിഷം പറ്റിയത്? കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിലാണ് അവസാന നിമിഷം ഒരു ട്വിസ്റ്റ് ഉണ്ടായത്. UDF സ്ഥാനാർത്ഥിയെ പെട്ടെന്നങ്ങ് മാറ്റുകയായിരുന്നു. 10ാം വാർഡായ ഉച്ചക്കാവിലാണ് ആദ്യ സ്ഥാനാർത്ഥിയെ മാറ്റിയിട്ട് വേറൊരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുകൊണ്ടുള്ള നാടകീയ പ്രഖ്യാപനം. ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി അമൃത ജ്യോതിഷിനെ മാറ്റി പെട്ടെന്ന് അനു രജീഷിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. രതീഷ് വാസുദേവൻ ചേരുകയാണ്. രതീഷ്, പറയൂ, എന്താണ് അവിടെ ഉണ്ടായത്? ലക്ഷ്മി, കഴിഞ്ഞ ദിവസമാണ് ഈ കൊടിയത്തൂർ പഞ്ചായത്തിലെ UDFൽ ഒരു പ്രാഥമിക ധാരണയായത് 19 വാർഡിലും UDF സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിക്കുന്നത് സംബന്ധിച്ച്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ ഔദ്യോഗികമായ ലിസ്റ്റിൽ UDFൻ്റെ ലിസ്റ്റിൽ വന്നത് അമൃത എന്ന പേരായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് വലിയ പ്രചാരണ പ്രവർത്തനങ്ങൾ ഓൺലൈനിൽ ഉൾപ്പെടെ അമൃതയുടെ പേരുൾപ്പെടെ വെച്ച് ഫോട്ടോ ഉൾപ്പെടെ വെച്ച് തയ്യാറാക്കിയ വലിയ പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് വീണ്ടും ഇത്തരത്തിൽ ചില തർക്കങ്ങളുണ്ടായതിന് അമൃതയെ മാറ്റുകയും മറ്റൊരു സ്ഥാനാർത്ഥിയെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. ഇത് അവിടുത്തെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പേരിൻ്റെ ഭാഗമായാണെന്നാണ് ആക്ഷേപം ഉയരുന്നത്. എന്തായാലും സ്ഥാനാർത്ഥിയെ വളരെ പൊടുന്നതിന് അവസാന നിമിഷം മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും ഇന്ന് CP ചെറിയ മുഹമ്മദ്, മുസ്ലിം ലീഗിൻ്റെ CP ചെറിയ മുഹമ്മദ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോഴും പഴയ ലിസ്റ്റിൽ അമൃതയുടെ പേര് തന്നെയാണ് ഉണ്ടായത്. അത് പിന്നീട് തിരുത്തുകയായിരുന്നു. എന്തായാലും അത് UDF അണികളിൽ വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട്. UDFൽ തന്നെ ഈ പേര് ഉടനെ സ്ഥാനാർത്ഥിയെ മാറ്റിയുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചയും ഉയർന്നിട്ടുണ്ട്. അത് UDFലെ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുമോ എന്ന ആശങ്കയും നേതാക്കൾക്ക് ഈ ഘട്ടത്തിലുണ്ട്. എന്തായാലും പുതിയ സ്ഥാനാർത്ഥിയാണ് ഇനി കൊടിയത്തൂരിൽ 10ാം വാർഡിൽ ഉച്ചക്കാവിൽ മത്സരിക്കുക. ലക്ഷ്മി, ശരി. രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.